ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇന്ത്യയുടെ ഒരു സംസ്കാരത്തെക്കുറിച്ച്. അത് നമുക്ക് എങ്ങനെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം, നമ്മളുടെ ഒരു ഡെവലപ്മെന്റിന് വളരെ കാതലായ ഒരു കാര്യമായി നമുക്കത് മുന്നോട്ട് കൊണ്ടുവരാം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. യുവാക്കൾക്ക് അതിൽ എത്രമാത്രം പങ്കുണ്ട്? ഇന്ത്യൻ കൾച്ചർ എന്താണെന്ന് വലിയൊരു ശതമാനം ആൾക്കാർക്കും അവബോധമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഡീകോളനൈസേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളെല്ലാവരും ഈ വെസ്റ്റിലേക്ക് നോക്കിയിരിക്കണേ. യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ജ്ഞാന പരമ്പര അല്ലെങ്കിൽ നമ്മുടെ ലിറ്ററേച്ചർ ഇതിനോട് എല്ലാവർക്കും പുച്ഛാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം ഒരു പക്ഷേ ഏൻഷ്യൻ സ്റ്റേറ്റ് ക്രാഫ്റ്റിൽ, ഒരു രാഷ്ട്രനീതിയിൽ ഈ ലോകത്ത് തന്നെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് അർത്ഥശാസ്ത്രം. പക്ഷേ അതിനുശേഷം വന്ന ചിന്തകരെ പറ്റിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും ക്ലാസ്സസിലും ഉൾപ്പെടെ പഠിപ്പിക്കുന്നത്. ആ ഒരു മെൻറ്റാലിറ്റി മാറാതെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവാൻ പോണില്ല. ഞാൻ ചാണക്യനെ പറ്റി വായിച്ചപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു പണ്ഡിതൻ വിശേഷിപ്പിച്ചത് ഇന്ത്യാസ് മാക്കിയാവെല്ലി എന്നാണ്. മാക്കിയാവെല്ലി 16-17 നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ച ഒരാളാണ്. ഇത് ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ച ഒരാളെ കണക്ട് ചെയ്യണത് 20 നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിച്ച ഒരാളായിട്ടാണ് കണക്ട് ചെയ്യണേ. അപ്പോൾ എന്തുകൊണ്ട് മാക്കിയാവെല്ലിയെ ഇറ്റാലിയൻ ചാണക്യ എന്ന് പറയണില്ല? അത് നമ്മുടെ സോഫ്റ്റ് പവറിനെ നമ്മൾ ലെവറേജ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ മഹാഭാരതം ആണെങ്കിലും രാമായണം ആണെങ്കിലും ഇതിനെ മതം എന്നുള്ള ഫ്രെയിംവർക്കിൽ നിന്ന് മാറ്റി ഇത് നമുക്ക് തരുന്ന നോളജിനെ, അതിനെപ്പറ്റി വേണം എനിക്ക് തോന്നുന്നു കുറെ കൂടെ നമ്മൾ പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. നമ്മളെ സ്വത്വത്തെ അംഗീകരിക്കുക, അതിൽ അഭിമാനിക്കുക. അത് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ മോശക്കാരനാണ് എന്ന ചിന്ത എനിക്കുണ്ടെങ്കിൽ എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ഒരു രാജ്യം, ഭാരതം, അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണ് എന്ന ചിന്ത യുവാക്കൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നാച്ചുറലി അവരുടെ ആസ്പിറേഷൻസ് കൂടും. ഇപ്പോൾ എല്ലാം നമ്മളൊരു വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ കൊച്ചായിട്ടുള്ള ആൾക്കാരും അവർ വലിയ ആൾക്കാരും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതുകൊണ്ടാണ് മൈഗ്രേഷൻ വലിയ രീതിയിൽ കൂടണേ. എല്ലാവർക്കും വിദേശത്ത് പോകണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് വിദേശത്ത് പോയവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്, അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ ഇതാണ്, നമ്മുടെ യുവാക്കളെ കൂടുതൽ അവബോധരാക്കുക. നമ്മുടെ ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ പൈതൃകം അത് ഒരു രണ്ടാംകിടയല്ല, അത് ലോകത്തിലെ ഏതൊരു ഏൻഷ്യൻ സിവിലൈസേഷൻ ആയിട്ടാണെങ്കിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അതാണ്. ഇപ്പം നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഏൻഷ്യൻ സിവിലൈസേഷൻസ് ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം ഉണ്ടായ സമയത്ത് തന്നെയാണ് ഈജിപ്തിലൊരു സംസ്കാരം ഉണ്ടായിരുന്നു, പേർഷ്യയിൽ വേറൊരു സംസ്കാരം ഉണ്ടായിരുന്നു, ചൈനയിൽ യെല്ലോ റിവർ സംസ്കാരം ഉണ്ടായിരുന്നു, ജൂതന്മാരുടെ സംസ്കാരം അന്ന് മുതലുണ്ടായിരുന്നു, ബാബിലോണിയിലുണ്ടായിരുന്നു. ഇന്ന് എക്സിസ്റ്റ് ചെയ്യണ ഒരു കണ്ടിന്യൂസ് സിവിലൈസേഷൻ ഇന്ത്യൻ മാത്രമാണ്. ബാക്കിയെല്ലാം കാലത്തിനനുസരിച്ച് അതെല്ലാം കൊളാപ്സ്ഡ് ആയി. അപ്പോൾ ഈ ഒരു കാലത്തെ അതിജീവിക്കാൻ ഈ ഒരു സംസ്കാരത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, മുന്നേറുക. അതാണ് യുവാക്കൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുക. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്താണ് നമ്മുടെ കൾച്ചർ, നമ്മുടെ സിവിലൈസേഷൻ എന്താണെന്ന്. പ്രത്യേകിച്ച് നേരത്തെ പരിസ്ഥിതിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇന്ന് വെസ്റ്റിൽ പാശ്ചാത്യ രാജ്യങ്ങൾ എല്ലാവരും ബഹളം വയ്ക്കണു, ഇന്ത്യ കാർബൺ എമിഷൻ കുറയ്ക്കണില്ല. അവർ നമ്മളെ ലെക്ചർ ചെയ്യുവാണ് കാർബൺ എമിഷന്റെ കാര്യം, അല്ലെങ്കിൽ കോപ്പൻഹേഗനിലോ അല്ലെങ്കിൽ ബ്രസീലിലോ ഒക്കെ കൊണ്ട് ക്ലൈമറ്റ് സമ്മിറ്റുകൾ നടത്തും ഒക്കെ എന്ന് നമ്മളോട് പറയും എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിത രീതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരിസ്ഥിതിയായിട്ട് ഏറ്റവും ഇണങ്ങി പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. അതിനെ നമ്മൾ ഒരു ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടുക. കൊളോണിയൽ ലെൻസിൽ കൂടെ അല്ല നമ്മൾ ലോകത്തെ കാണേണ്ടത്, ഒരു ഡീകോളനൈസേഷൻ ആയിട്ട്. അങ്ങനെ വേണം നമ്മളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു ഫിരങ്കി മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തു വരിക വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇപ്പോ ചെയ്യുന്നത് എന്താണ്, എന്തൊക്കെ ചെയ്തിരുന്നു, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ MA കഴിഞ്ഞിട്ട് ഞാനൊരു കൺസൾട്ടന്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ഇപ്പോൾ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ സാഹിത്യം, എഴുത്തൊക്കെ ആയിട്ട് പോകുന്നു. ശരി, നമുക്കിനി ഒരു പാട്ടിലേക്കൂടെ പോയാലോ? ഓക്കെ. ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിലെ മധുസൂദനൻ നായർ സാറിന്റെ കവിത ഇരുളിൻ മഹാനിദ്ര. നിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതത്തീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ
ജീവിതത്തിലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു. നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു. ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനൊഴുകുമ്പോഴൊരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവി തൻ താരാട്ടു തളരുമ്പോഴും. കനിവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എന്റെ ഹൃദയം പൊരുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെന്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം. എഴുതിയ കവിതാ സമാഹാരങ്ങൾ അച്ഛന്റെ അലമാര, അമ്മ വരയ്ക്കുന്ന വീട്. അച്ഛനും അമ്മയും അതിലുണ്ട്. അവരെത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ? അതൊരു ക്ലീഷേ ചോദ്യമാണെന്ന് തോന്നുന്നു. എന്നാൽ പോലും ഞാൻ ചോദിക്കുകയാണ്, അച്ഛന്റെ അലമാര, അമ്മ വരയ്ക്കുന്ന വീട്, ഇത് എങ്ങനെയാണ് ഒന്ന് കണക്ട് ചെയ്യുക? ഒന്ന് വായനയിലേക്ക് വന്നത് അച്ഛനിലൂടെയാണ്. കാരണം അച്ഛൻ നല്ലൊരു വായനക്കാരനാണ്. ഒരുപാട് പുസ്തകങ്ങളും മാഗസീൻസും അച്ഛൻ പണ്ട് മുതലേ വരുത്തുമായിരുന്നു. എനിക്ക് തന്നെ ചെറുപ്പത്തിൽ തന്നെ ചിൽഡ്രൻസ് മാഗസീൻസ്, അങ്ങനെ ഒരുപാട് മാഗസീൻസും സ്പോർട്സ് മാഗസീൻ, അങ്ങനെ എല്ലാം വീട്ടിൽ വരുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ പല വിഷയങ്ങളിലും ഒരു ഇൻട്രസ്റ്റ് വരാൻ കാരണം. അതുകൊണ്ടാണ് അച്ഛന്റെ അലമാര എന്നുള്ളത് ഒരു സങ്കേതം മാത്രമാണോ, അതോ അത് ശരിക്കുള്ള ഒരു അലമാര? അച്ഛന്റെ അലമാര ഉണ്ട്. അത് ഒരു പച്ച കളറിലുള്ള ഒരു അലമാര. അത് നിറച്ച് പുസ്തകങ്ങളായിരുന്നു. അവസാനം ഈ വെച്ച പുസ്തകങ്ങളുടെ മേളിലായി ഈ തട്ടൊക്കെ ഇങ്ങനെ റാ പോലെ താന്നു. പഴയ ഒരു അലമാര. നമുക്കൊരു അത്ഭുതമായിരുന്നു. അതെ. കാരണം അതൊരു വല്ലാത്തൊരു ലോകമായിരുന്നു. കാരണം എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ട്. അച്ഛൻ അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉള്ള ഒരാളാണ്. ഒരിക്കലും നമ്മളൊരു ഐഡിയോളജിയുടെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ചിന്തയുടെയോ പുറകെ നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ കുറെ കൂടെ വിശാലമായിട്ട് നമ്മൾ ലോകത്തെ കാണണം. നമ്മൾ ഇൻക്ലൂസീവ് ആയിരിക്കണം. നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതൊക്കെയാണ് എഴുത്തിനെ ഒരുപാട് സ്വാധീനിച്ചത്. ഇപ്പോൾ ആദ്യം വന്ന കവിത ആണെങ്കിലും അതിനുശേഷം വന്ന കവിതകളൊക്കെ ആണെങ്കിലും ആ ഒരു അച്ഛൻ്റെ ഇൻസ്പിറേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ്റെ അലമാര എന്നൊരു, ഞാൻ എൻ്റെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ ഇങ്ങനെ റാൻഡം ആയിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഇമേജ് കിട്ടിയത്. എൻ്റെ ഒരു സാഹിത്യ ജീവിതത്തെ മാറ്റിമറിച്ച ഒറ്റ കവിതയാണ് അച്ഛൻ്റെ അലമാര എന്നുള്ളൊരു കവിത. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തകത്തിന് പേരിടാൻ നേരത്തെ വേറെ ചിന്തിക്കാൻ ഒന്നുമില്ലായിരുന്നു. അച്ഛൻ്റെ അലമാര തന്നെ ഇട്ടു. അത് കോവിഡിന്റെ സമയത്താണ് അത് പബ്ലിഷ് ചെയ്തത്. കുറച്ച് അവാർഡുകളൊക്കെ കിട്ടി. അതിനുശേഷമാണ് അമ്മ വരയ്ക്കുന്ന വീട്, അത് DC ബുക്സ് പബ്ലിഷ് ചെയ്തു. അതും ഇപ്പോൾ അച്ഛനെ പോലെ തന്നെ അമ്മയും നല്ലൊരു വായനക്കാരിയായിരുന്നു. അമ്മ, ഞാൻ പണ്ട് കൊച്ചായിരുന്നപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ
വായിച്ച് തരും. എം ടിയുടെ കഥകൾ അമ്മയ്ക്കും ഇഷ്ടമായിരുന്നു, എന്നെയും വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ എം ടിക്ക് പണ്ട് കത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ലെറ്റർ തിരിച്ചൊന്നും വന്നിട്ടില്ല, റിപ്ലൈ പക്ഷേ കത്തൊക്കെ പണ്ട് എഴുതിയിട്ടുണ്ട് എം ടിക്ക്. കാരണം അത്രത്തോളം ഇഷ്ടമായിരുന്നു എം ടിയുടെ കഥകളൊക്കെ. പിന്നെ അമ്മ ഈ നാട്ടിൻപുറങ്ങളിലെ കഥകൾ, അത് ഈ മിത്തുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഐതിഹ്യമാലയിലെ കഥകളാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളിലെ കഥകൾ ഐതിഹ്യങ്ങൾ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇമാജിനേഷനൊക്കെ അങ്ങനെയാണ് കൂടിയത്. അതുകൊണ്ടാണ് ഓരോ നാടിനും ഓരോ കഥ കാണുമല്ലോ. ഇഷ്ടം പോലെ കഥകളുണ്ട്. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ പോണതിനനുസരിച്ച് അതെല്ലാം ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ഡോക്യുമെന്റഡ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ വരയ്ക്കുന്ന വീട്, ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അമ്മയില്ലാത്ത ഒരു ദിവസം എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ഒഴുക്കിൽ നമ്മൾ അറിയില്ല ഇവരെന്തൊക്കെയാ എന്തോ ഒരു എഫേർട്ട് ഇതിനകത്ത് ഇടണുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ വരയ്ക്കുന്ന വീട് എന്ന പേര് കൊടുത്തത്. ഞാൻ ആർട്ടിക്കിൾസ് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്റർനാഷണൽ ഏജൻസ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ലേഖനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ എനിക്ക് ആലോചിക്കുമായിരുന്നു ഇതൊരു കമ്പൈൽ ചെയ്ത ഒരു ബുക്ക് ആക്കിയാലോ എന്ന്. അപ്പോൾ അതിനുശേഷമാണ് എനിക്ക് പെട്ടെന്ന് കുറച്ച് ഫെലോഷിപ്സ് ഒക്കെ വന്നു. അപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ട് മാറി. പിന്നെ ഞാനൊരു ഇംഗ്ലീഷിലൊരു കവിതാ സമാഹാരം കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പബ്ലിഷറിന് അത് കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ സമയമെടുക്കും. പക്ഷേ 2026-27 വരും എന്നാണ് ഞാൻ വിചാരിക്കണേ. പിന്നെ അതിൽ 45 കവിതകളുണ്ട്. പിന്നെ കുറച്ച് ഓൺലൈൻ മാഗസീൻസിലൊക്കെ ഓൾറെഡി പബ്ലിഷ് ചെയ്തു. അത് ഇപ്പോൾ ബുക്കായിട്ടാണ് ഞാൻ പബ്ലിഷറിലേക്ക് കൊടുത്തേക്കണേ. പിന്നെ ഏറ്റവും അടുത്ത് വരാൻ പോകുന്നത് ചിൽഡ്രൻസ് വേൾഡ് എന്ന് പറഞ്ഞൊരു മാഗസീൻ ഉണ്ട്, ഡൽഹി ബേസ്ഡ് ആണ്. ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ആണ് ഇത് പബ്ലിഷ് ചെയ്യണേ. അതിനകത്ത് ഒരു സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് ഈ ജനുവരി മുതൽ 2026 ജനുവരി മുതൽ എൻ്റെ പബ്ലിഷ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അത് കുട്ടികൾക്കുള്ള മാഗസീനാണ്. അത് നമ്മുടെ ജീവിത രീതി പ്രകൃതിയോട് എങ്ങനെയൊക്കെ ഇണങ്ങി നിൽക്കുന്നു. ആ ഒരു ഭാഷ വേറെ അല്ലേ, കുട്ടികളുടെ ഭാഷ വേറെ. അത് തീർച്ചയായിട്ടും അതെങ്ങനെ അഡാപ്റ്റ് ചെയ്തു? ഒന്ന് ഞാൻ വായിക്കാറുണ്ട്. ബേസിക്കലി ചിൽഡ്രൻസ് മാഗസീൻസ് ഞാൻ ഇപ്പോഴും വായിക്കാറുണ്ട്. ശരി. അതുകൊണ്ട് തന്നെ ആ ഭാഷ ആ ഒരു ഭാഷയിലേക്ക് പോകാൻ എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തപ്പോഴത്തേക്ക് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കാവുകളെ പറ്റി അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. പിന്നെ ഈ പല സ്ഥലങ്ങളിലും ഈ പുലികളെ ആരാധിക്കുന്നുണ്ട്. ഇപ്പൊ ഉറുമ്പോണം എന്ന് പറഞ്ഞ സങ്കല്പം കേരളത്തിലുണ്ട്. ഈ ഓണത്തിന്റെ സമയത്ത് ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ പൊങ്കലിന് ഈ തമിഴ്നാട്ടിൽ വലിയ ഫെസ്റ്റിവലാണ്. പിന്നെ വേറൊരു കഥ എന്താണെന്ന് വെച്ചാൽ ഈ നാഗാലാൻഡിലെ ഒരു ട്രൈബ് അവർ ഹണ്ടിങ് ഉപേക്ഷിച്ചു. അവർ നേരത്തെ പക്ഷികളെയൊക്കെ പിടിക്കാൻ നോക്കുമായിരുന്നു. കാരണം അവരുടെ കൾച്ചർ വെച്ചിട്ട് ഇങ്ങനെ ഹണ്ട് ചെയ്ത് കിട്ടുന്ന മൃഗങ്ങളുടെ ഈ തല അവർ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കി ഇടും. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവരുടെ പല സ്പീഷീസും എൻഡേഞ്ചേർഡ് ആയി പോകുന്നു. എക്സ്റ്റിൻഷൻ്റെ അടുത്ത് വരെ പോയപ്പോൾ അവർ ഈ പരിപാടി നിർത്തി. അപ്പോൾ അതുപോലുള്ള കഥകൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബിഷ്ണോയ് കമ്മ്യൂണിറ്റി, അത് രാജസ്ഥാനിലുള്ളതാണ്. അവർ ഹിരണിനെ അവരവരുടെ സ്വന്തം ആയിട്ടാണ് അവർ കാണുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ ബിഷ്ണോയ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട് ഒരു സ്ത്രീ ഒരു ഹിരണിൻ്റെ ഒരു കുഞ്ഞിനെ മുലയൂട്ടുകയാണ്. അപ്പോൾ അത്രത്തോളം സ്നേഹത്തോടെയാണ് അവരവിടെ കഴിയണം. അത് ഇതുപോലെ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കഥകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ഡീകോളനൈസേഷൻ്റെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് വെസ്റ്റിൽ പോയി ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന ആൾക്കാർക്കുള്ള മറുപടി കൂടിയാണിത്. അപ്പോൾ അത് അടുത്തൊരു വർക്കാണ്. പിന്നെ എൻ്റെ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ പറ്റി ഞാൻ എഴുതുന്ന പുസ്തകം അത് ഓൺ പൈപ്പ് ലൈൻ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഒ വിജയൻ്റെയും കുഞ്ഞിരാമൻ നായരുടെയും പുസ്തകങ്ങളിലെ ഗുരുസങ്കല്പങ്ങൾ ഉള്ള ഒരു പുസ്തകം പറഞ്ഞുകൊണ്ട് ഒരു 4-5 പുസ്തകം അടുത്ത 2 വർഷത്തിനുള്ളിൽ വരും. ഇതെല്ലാം ഞങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അതെ. ശരി. ഗണേഷ് ആകാശവാണിയിൽ മുമ്പ് വന്നിട്ടുണ്ട്, കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അഭിമുഖങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആകാശവാണിയുമായി അതല്ലാതെ മറ്റു ബന്ധങ്ങൾ എന്തൊക്കെയാണ്? ആകാശവാണിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. ആക്ച്വലി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഈ രാവിലെ കേൾക്കാറുണ്ട് ആകാശവാണി. വീട്ടിലെ അച്ഛനും അമ്മയും ആകാശവാണിയുടെ വലിയ ഫാൻസാണ്. അപ്പോൾ രാവിലെ തന്നെ ഓണാക്കി ഇടും. അപ്പോൾ അതൊക്കെ കേട്ട് വാർത്തകളാണെങ്കിലും ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആകാശവാണിയിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ആകാശവാണിയായിട്ടുള്ളൊരു ബന്ധം നിൽക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷമാണ് യുവവാണിയിൽ പലപ്പോഴായിട്ട് പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും ലഭിച്ചു. അത് തിരുവനന്തപുരത്ത് പരിപാടി അവതരിപ്പിച്ചു, ഇപ്പോൾ കൊച്ചിയിൽ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകാശവാണിയായിട്ടുള്ള ബന്ധം കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഡൽഹിയിലാവുമ്പോൾ തന്നെ ഓൺലൈനിൽ ഞാൻ പ്രോഗ്രാംസ് കേൾക്കാറുണ്ട്. പലപ്പോഴും നാടകങ്ങളൊക്കെ
സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കാറുണ്ട്. ശരി. പിന്നെ അമ്മ നല്ല ഒരു കേൾവിക്കാരിയാണ് അല്ലേ? ഒരുപാട് തവണ അമ്മ സംസാരിക്കാറ്. അമ്മ ഒരുപാട് കോമ്പറ്റീഷൻസിലൊക്കെ വിൻ ചെയ്തിട്ടുണ്ട്. ആകാശവാണിയുടെ പല ടൈപ്പ് കോമ്പറ്റീഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ അതിൽ അമ്മ പങ്കെടുക്കും. നേരത്തെ ഞാൻ ഈ പോസ്റ്റ് കാർഡൊക്കെ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കുമായിരുന്നു, കത്തെഴുതാനൊക്കെ ആയിട്ട്. അപ്പോൾ അമ്മ ഉച്ചക്കത്തെ പ്രോഗ്രാംസ് എല്ലാം, അമ്മ റെയിൻബോ ആണെങ്കിലും FM ആണെങ്കിലും അമ്മ അതെല്ലാം കേൾക്കാറുണ്ട്. പലപ്പോഴും വൈകുന്നേരത്തെ പ്രോഗ്രാംസ് ഒക്കെ, കാരണം ആകാശവാണി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു നൊസ്റ്റാൾജിയ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ എന്നെക്കാളും കൂടുതൽ നൊസ്റ്റാൾജിയ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും. കാരണം അവരുടെയൊക്കെ ഒരു ചെറുപ്പകാലത്തിൽ വേറൊരു മീൻസ് ഇല്ലല്ലോ, ലൈക്ക് ആകാശവാണിയാണോ ഉള്ളത്. ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം മീൻസ് കൂടുതൽ നമുക്ക് ഡിവൈസസ് ഉണ്ടായി. അപ്പോൾ അവർക്കാണത് കുറെ കൂടെ നൊസ്റ്റാൾജിക് ആണ് അവർക്ക് മെമ്മറീസ്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർ മുടക്കമില്ലാതെ തന്നെ എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ ഗണേഷിന്റെ യാത്രയിൽ ഞങ്ങൾക്ക് ഒരു ഭാഗമാകാൻ സാധിച്ചതിലെ സന്തോഷം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദി ഗണേഷ്. ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. എല്ലാ ആശംസകളും. ഒരുപാട് സന്തോഷം.